500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ 5000 ആക്കി തരാം. ഓർ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ 10,000 ആക്കി നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നൊരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം ഒരു സോഷ്യൽ മീഡിയയിലൂടെ. യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇതിലേതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾ ഇങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിൽ വിശ്വസിച്ച് കയ്യിലുള്ള 500 1000 ഇൻവെസ്റ്റ് ചെയ്യും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന സെലിബ്രിറ്റീസ് ഓർ ഇൻഫ്ലുവൻസേഴ്സ് അതിനെക്കുറിച്ച് വല്ല പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇത് യൂസ് ചെയ്യൂ, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഒന്ന് അധികമാണ്. അത് കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആവാം ഓർ യൂട്യൂബർ, ലൈക്ക് ഇങ്ങനെയുള്ളവർ നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മളത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വിശ്വസിച്ച് ഏകദേശം 25,000-ലധികം പൈസ നഷ്ടമായ ഒരാളുടെ സ്റ്റോറിയാണ് നമ്മളിത് ഇന്ന് കാണാൻ പോകുന്നത്. എന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് പരിചയമുള്ള കുറേ പേര് ഇതിലൂടെ കടന്നു വരും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അമല ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. സോ അവർ വന്നിട്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. സോ അവർ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് വന്നിട്ടുണ്ടോ, Hey all, if you want to earn 20 to 30k while sitting at home, go message my friend Ananya Forex. Even I invest and got a lot of profit. So I am suggesting you 100% trustable and genuine. അന്യ ഫോറക്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിനെ കുറിച്ചിരുന്നു. ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്, ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, ഒരു സ്റ്റോറി അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. അതിനുശേഷം അവരുടെ ഫോളോവർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് അന്യ ഫോറക്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് പോയിട്ട് മെസ്സേജ് അയക്കണം. എന്താ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ, ഹായ് മാം, ഐ സോ യുവർ പേജ് ഫ്രം അമല ഷാജീസ് മാം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കണം. അതിന് അവിടെ നിന്ന് വന്ന റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൽക്കം ടു ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഹേ, ഡു യു വാണ്ട് ഏൺ മണി ത്രൂ ട്രേഡിംഗ്? ട്രേഡിങ്ങിലൂടെ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സോ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പേഴ്സൺ മെസ്സേജ് അയക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ സ്റ്റോറി കണ്ട് അവരുടെ ആ ഒരു സ്റ്റോറിയിലൂടെ ആണ് ഇവർക്ക് ഈ ഒരു കാര്യം പരിചയപ്പെടുന്നത്, ഈ അന്യ ഫോറക്സ് എന്ന് പറയുന്ന അക്കൗണ്ട്. സോ അവർ അതിലൂടെ മെസ്സേജ് അയക്കുന്നു, എനിക്ക് ആ ഒരു വീഡിയോ കണ്ടായിരുന്നു, എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിക്ക് അവരൊരു റിപ്ലൈ ചെയ്യണം. അപ്പോൾ അവർ പറയണു, ഈ ഒരു പേഴ്സൺ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ശേഷം അവർ പറയണു, ഓക്കെ ഇത് അയച്ചു തരാം എന്ന് പറഞ്ഞ് അവർ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അവർ പറയണു, വിത്തിൻ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഇതിൽ നിന്ന്. കേട്ടുള്ളൂ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ മണിയിൽ നിന്നും വിത്തിൻ 15 മിനിറ്റ്സ് അവർ നമുക്ക് പ്രോഫിറ്റ് ആക്കി തിരിച്ചു തരും. സോ അവിടെയേ ഒരു ഫ്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പൈസ കൊടുക്കണു, അതിന് അവർ വന്ന് അതിന് ആ പൈസ പ്ലസ് പ്രോഫിറ്റ് നമുക്ക് തിരിച്ചു തരേണ്ട ആവശ്യം എന്താണ് എന്ന് ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇതവിടെ അവർ നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തരേണ്ട ആവശ്യം എന്താണ്? ഇത് വന്ന് ഒരു അൺനോൺ പേഴ്സൺ ആണ്. ഓക്കെ, സോ ഇത് ഫസ്റ്റ്ലി ഈ ഒരു കാര്യത്തിൽ എനിക്ക് നോട്ടബിളായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ആൻഡ് അതിന് ശേഷം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഡു എ വീഡിയോ കോൾ ആൻഡ് ഷോ യു ലൈവ് ട്രേഡ് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയണം. അതിന് ശേഷം മൂപ്പരുടെ റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ മാം, ഐ വിൽ ഇൻവെസ്റ്റ് 1000 rupees. ഞാൻ വന്ന് ഒരു 1000 രൂപ ഇനീഷ്യലി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഓപ്പോസിറ്റുള്ള പേഴ്സൺ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു QR കോഡ് വന്ന് അതിലേക്ക് അയച്ചു കൊടുക്കണം, ഇതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിക്ക് മൂപ്പരും വന്ന് 1000 rupees പേയ്മെൻറ്റ് ചെയ്യണം. ആൻഡ് അതിന് ശേഷം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 50 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അതിന് ശേഷമാണ് ആ ഒരു പ്രോഫിറ്റും ചേർത്ത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. സോ ഞങ്ങൾ വന്ന് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം, ഇത് പറയുന്നത് ക്രിപ്റ്റോ ട്രേഡിംഗിന് കൂടെയാണ് കേട്ടോ. സോ അവർ പറഞ്ഞു, പ്രോഫിറ്റ് വിൽ റിട്ടേൺ ഇൻ 50 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. ആൻഡ് ഐ വിൽ ആക്റ്റീവ് ഡു എ വീഡിയോ കോളൊക്കെ ചെയ്യാനുള്ള രീതിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അതിന് ശേഷം കറക്റ്റ് 50 മിനിറ്റ്സിന് ശേഷം ഒരു മെസ്സേജ് വരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ യു ദർ? യെസ് ഒരു രീതിക്ക്, കൺഗ്രാജുലേഷൻസ് സർ, യു മെയ്ഡ് എൻ എനോർമസ് പ്രോഫിറ്റ് ഓഫ് 12,999 rupees. സോ ഈ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ 12,999 rupees വന്ന് നിങ്ങൾ പ്രോഫിറ്റായിട്ട് നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അതിന് ശേഷം ചോദിക്കണം, മേ ഐ ഹാവ് യുവർ QR കോഡ് ഓർ UPI ID, ഈ പേയ്മെൻറ്റ്, ഈ കിട്ടിയ പ്രോഫിറ്റ് സെൻഡ് ചെയ്യാനായിട്ടുള്ള QR കോഡ് ഓർ UPI ID തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഓപ്പോസിറ്റുള്ള പേഴ്സൺ അന്യ ഫോറക്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലുള്ള പേഴ്സൺ 13,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അയച്ചു തരേണ്ടത് എന്ന് ചോദിക്കണം. സോ ഇവൻച്വലി 1 hourൽ
പ്രോഫിറ്റ് വന്ന് 12,000 റുപ്പീസ് അറൗണ്ട്. സോ നമ്മൾ പൈസ കൊടുക്കണോ, അവർ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തരണോ. ഇതിൻ്റെ ഇതൊന്ന് ചിന്തിച്ചാലേ ആയിരിക്കും അവരെന്ത് കൊണ്ട് ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തരേണ്ട ആവശ്യം എന്ന് നമുക്ക് ചിന്തിക്കാം. ആൻഡ് മൂപ്പരും UPI ID കൊടുക്കണം. ഓക്കെ, യൂസിങ് ദിസ് ഫോർ ട്രാൻസ്ഫറിങ് യൂസ് ചെയ്യണം. അതിനുശേഷം ഒരു ട്വിസ്റ്റ് കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ സെൻഡിങ് ദിസ് ഇൻ യുവർ അക്കൗണ്ട്, ബട്ട് ബിഫോർ ദാറ്റ് ദർ ഇസ് എ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് 8,999. ഏകദേശം 9,000 റുപ്പീസ് ആണ് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. സോ ഇവിടെയാണ് ഫസ്റ്റ് ആയിട്ട് അവരുടെ ഡിമാൻഡ് ഒന്ന് വെക്കണം. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 12,999 പ്രോഫിറ്റ് വന്നു. അതിനുശേഷം ഇത് വിഡ്രോ ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് വരെ എത്തിച്ചിട്ട് പറയാണ് 8,999 റുപ്പീസ് വന്ന് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറയണം. ഫോർ വെരിഫിക്കേഷൻ പേ സോഡു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇത് റീഫണ്ടബിൾ ആണ്, ഇനി ഇൻസ്റ്റൻ്റ്ലി റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ 8,999. സോ വേർഡ് സൂക്ഷിക്കുക, ഇൻസ്റ്റൻ്റ്ലി റീഫണ്ടബിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ തിരിച്ച് കിട്ടും. പ്ലസ് ആ പ്രോഫിറ്റ് ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടെ ഈ 3 എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റ് ഓപ്പോസിറ്റുള്ള ആൾക്ക് ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു, അത് മാത്രമല്ല എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇനിഷ്യലി കിട്ടിയ പ്രോഫിറ്റബിൾ ട്രേഡ് എത്ര വെച്ചാൽ 12,999. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തും അതിൻ്റെ പ്രോഫിറ്റും പ്ലസ് ഇപ്പം തരാൻ പോകുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള 8,999. ഇത് രണ്ടും ചേർത്തി ടോട്ടൽ. സോ ഇതിൽ കിട്ടാൻ പോണ എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21,998 റുപ്പീസ് വന്ന് നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു 8,999 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അയക്കൂ എന്ന് പറയണം. അപ്പോൾ അവർ പറയണു, ഓപ്പോസിറ്റിലെ പേഴ്സൺ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ മാം, ഐ ഡോണ്ട് ഹാവ് എ മണി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ബട്ട് അതിന് ശേഷം പറഞ്ഞു, എൻ്റെ പ്രൊഫൈൽ ബയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ കുറിച്ച്, നിങ്ങളത് വായിച്ചില്ലെന്ന് ചോദിക്കണു. കുറച്ച് ടോണൊക്കെ മാറാൻ തുടങ്ങി അവിടെ തന്നെ. ആൻഡ് അതിന് ശേഷം മൂപ്പരും പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. സെയിം QR കോഡ് തന്നെ അയച്ചാൽ മതി ചോദിച്ചു. അതിന് ശേഷം ഒരു വേർഡ് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ സെയിം വൺ ബിക്കോസ് ദാറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ബിറ്റ്കോയിൻ വാളറ്റിൽ ലിങ്ക് ആയിട്ടുള്ള ഒരു UPI QR സ്കാനറാണ് അത്. നിങ്ങൾ അതിൽ തന്നെ പൈസ അയക്കാമെന്ന് പറഞ്ഞു. 8,999 മൂപ്പര് അയച്ചു കൊടുക്കണം. സോ ഇനീഷ്യലി 1,000, അതിന് ശേഷം 8,999 അയച്ചിട്ട് ഡൺ മാം അയച്ചു. ഇവിടെ ഇനിയൊരു ട്വിസ്റ്റ് എന്താണെന്നറിയോ, ഓപ്പോസിറ്റ് പേഴ്സൺ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആസ്ക്ഡ് യു ടു റിമാർക്ക് ആൻഡ് പേ, ഈവൺ ഇൻ കോൾ ഐ സെഡ് യു ടു പേ ആൻഡ് ഷോ. ഈ 8,999 ഗൂഗിൾ പേ വഴി അയക്കുമ്പോൾ അതിൽ റിമാർക്ക്, നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് സെൻഡ് ചെയ്യുമ്പോൾ റിമാർക്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് മെൻഷൻ ചെയ്ത് അയക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അയച്ചില്ല. അതുകൊണ്ട് ഇപ്പം അയച്ച 8,999 എന്ന് ഓപ്പോസിറ്റുള്ള ആൾ പറയണം. സോ ഇവിടെ നിന്നെങ്കിലും ആലോചിക്കായിരുന്നു ഇതൊരു സ്കാം ആണെന്ന്. ആലോചിച്ചില്ല. അതിന് ശേഷം ഹൗ ടു റിമാർക്ക് മാം എന്ന് ചോദിച്ചു. അതിന് ശേഷം ഒരു ഓഡിയോ നോട്ട് സംതിങ്. സോ യു ക്രിയേറ്റഡ് എ ഹ്യൂജ് മിസ്റ്റേക്ക്, ഇതൊരു വലിയ മിസ്റ്റേക്ക് ആണെന്ന് പറയണം. ഓക്കെ, അതിന് ശേഷം അപ്പം തന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ബോംബ് പോലെ എടുത്തിട്ടു 8,999 വന്നിട്ട് ഇത് നിങ്ങൾ റിമാർക്ക് അയക്കാത്തതുകൊണ്ട് ഇത് പോയി എന്ന് പറഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റിൽ പറയാണ്, നിങ്ങൾ ഈ ഒരു ടൈം, നമ്മൾ ഈ സംസാരിച്ചിരുന്ന ടൈമിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ 1,000 റുപ്പീസ് പ്ലസ് 8,999 വന്നിട്ട് ഇപ്പോൾ 1,09,998 1,09,998 റുപ്പീസായി മാറിയിട്ടുണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ. ഓക്കെ മാം, യു ഹാവ് എ പ്രോഫിറ്റ് ആസ് ഇൻക്രീസ് ടു 1 lakh സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വന്നിട്ട് 18,999. സോ ഫസ്റ്റ് ഒരു 1,000 ഇൻവെസ്റ്റ് ചെയ്തു. അതിന് ശേഷം 8,999. അതിനുശേഷം ഇപ്പോൾ പറയുകയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് 1,10,000 അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ എടുക്കണമെങ്കിൽ അഗെയിൻ ഒരു 18,999 പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയണം. ഫസ്റ്റ് 1,000 പോയതിന് ശേഷം 899. അതിന് ശേഷമെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നു. ഇപ്പോൾ അഗെയിൻ ഒരു 18,000. അപ്പോൾ പറയണു എൻ്റെ അടുത്ത് അത്ര പൈസ ഇല്ല എന്ന് പറയണു. എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു അന്യ ഫോറക്സ് ഒരു അക്കൗണ്ട് എന്ന് പറയണു. ഓക്കെ, 15,999 അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് മൂപ്പര് എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്ത് അയച്ചു കൊടുക്കണം. അതിന് ശേഷം അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഇൻ 20 minutes യു വിൽ ഗെറ്റ് 1,09,998 പ്ലസ് 15,999. മൊത്തം വിത്തിൻ 20 minutes നിങ്ങളുടെ അക്കൗണ്ടിൽ വരാൻ പോണ പൈസ എത്ര വെച്ച് കഴിഞ്ഞാൽ 1,25,997 രൂപ.
നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഇപ്പോൾ ഈ 15,999 രൂപ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് മൂപ്പര് എഗെയിൻ 15,999 രൂപ അയച്ചു കൊടുത്തു. ഇനിഷ്യലി 1,000, then 9,000, then 16,000, ഏകദേശം ഒരു 25,000 മേലെ 25,000 വന്ന് പേയ്മെൻറ്റ് ചെയ്തു. അതിന് ശേഷം ഒരു ഇൻവോയ്സ് അയച്ചു കൊടുക്കണം. അന്യ ഫോറക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻവോയ്സ്, ഒരു പേയ്മെൻറ്റ് ഇൻവോയ്സ് പോലെ ഈ ഒരു എമൗണ്ടിൽ അയച്ചിട്ട് ഹിയർ ഇസ് യുവർ ഇൻവോയ്സ് എന്ന് അയച്ചതിന് ശേഷം UPI ഒക്കെ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. But there is an issue when we are doing this transaction at this time, the transaction is declined. The transaction has been declined by your bank എന്ന് പറയണം. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്തോ തരികിടയാണ്, എനിക്ക് എൻ്റെ പൈസ മതി എന്നുള്ള രീതിക്കേക്ക് മൂപ്പര് പറയാൻ തുടങ്ങി. അതിന് ശേഷം ഒരു ട്വിസ്റ്റ്. According to the government rule, as you may be aware that Finance Minister Nirmala Sitharaman has announced that any income from cryptocurrencies will be taxed at 28%. You will pay 31,000 of GST. Okay, so ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ റൂൾ ഓർ ക്രിയേറ്റ് ചെയ്ത റൂൾ പ്രകാരം ക്രിപ്റ്റോ കറൻസിക്ക് 28% ടാക്സ് ഉണ്ട്. സോ ഇപ്പോൾ 31,000 നിങ്ങൾ പേ ചെയ്യണം. അഗെയിൻ അടുത്തൊരു ഡിമാൻഡ് വയ്ക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിക്ക് TDS ആണുള്ളത്. സോ ടാക്സ് എന്ന് പറയുന്നത് TDS ആണ്. സോ 18% ഓർ 5%, 28% അങ്ങനെയുള്ള ടാക്സ് അല്ല, TDS ആണ് ഓവറോൾ ഉള്ളത്. TDS ആണുള്ളത്. സോ ഈ മെസ്സേജിലെങ്കിലും മൂപ്പർക്ക് മനസ്സിലാക്കായിരുന്നു. സോ ഇത് ഒരു ബിറ്റ് കോയിൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിക്കായിരുന്നു അവരുടെ അപ്രോച്ചും. അതുപോലെ തന്നെ അവർ വിചാരിച്ച പോലെ തന്നെ 25,000 ഉണ്ടാക്കി. സോ 31,000 കൂടെ മൂപ്പര് അയക്കുകയാണെങ്കിൽ അത് ആവട്ടെ എന്നുള്ള രീതിക്കായിരുന്നു ഈ ഒരു മെസ്സേജ്. അതിനുശേഷം പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല, റിയലി എൻ്റെ അടുത്ത് അത്ര പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ഓഡിയോ കോളൊക്കെ നടന്നതിന് ശേഷം എനിക്ക് എൻ്റെ 25,000 രൂപ തന്നാൽ മതി, നിങ്ങളെ പ്രോഫിറ്റ് നിങ്ങൾ എന്നെ വെച്ചോ എന്ന് പറഞ്ഞു. അതിന് ശേഷം പറയണമെന്ന് വെച്ചു മൈ മാനേജർ വിൽ കോൾ യു നൗ. മാനേജർ കോൾ യു നൗ പറഞ്ഞിട്ട് ഈ ഫോൺ ത്രൂ തന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ ആരൊക്കെയോ സംസാരിച്ചിട്ട് അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഐ ലൂസ് മൈ മണി, മൈ അഗൈൻ ആൻഡ് അഗൈൻ ലൂസ് മൈ ക്യാൻസൽ മൈ ഇൻവെസ്റ്റ്മെൻറ്റ്, എനിക്ക് എൻ്റെ ഇനിഷ്യൽ മണി മാത്രം കിട്ടിയാൽ മതി പറയുമ്പോൾ ഒരു ഫോം, ആ ഫോം ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുകയാണ്, ഫിൽ അപ്പ് ദ ക്യാൻസലേഷൻ ഫോം, നെയിം, സിറ്റി, ടോട്ടൽ എമൗണ്ട്, റീസൺ ഫോർ ക്യാൻസലിംഗ്, ഡേറ്റ്. ഓക്കെ, അതിന് ശേഷം ഒരു മെസ്സേജ്, സാർ ഐ അപ്ലൈഡ് ഫോർ എ റീഫണ്ട് ആൻഡ് ഇതിന് വന്ന് 15 to 30 വർക്കിംഗ് ഡേയ്സ് ആകും ഈ റീഫണ്ട് വരാൻ. മൂപ്പരും സമാധാനത്തോടെ ഇരുന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ 15 to 30 days റീഫണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം റീഫണ്ട് കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടിയില്ല. ഇപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ ആ അക്കൗണ്ടേ ഇല്ല, അന്യ ഫോറക്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തന്നെ ഇല്ല. ഏകദേശം 25,000 ബിറ്റ് കോയിൻ ട്രേഡിങ്, ക്രിപ്റ്റോ ട്രേഡിംഗ് എന്നുള്ള രീതിക്ക് ഒരു സ്കാം ചെയ്തു. അതിനുശേഷം ആ അക്കൗണ്ട് പൂട്ടി. സോ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം വരാം, ഇതെങ്ങനെ പുറത്തു വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂപ്പര് വന്ന് ഒരു ലീഗൽ അഡ്വൈസറിനെ കണ്ട് അത് ത്രൂ ആണ് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ തുടങ്ങിയത്. സോ നിങ്ങൾക്ക് ചോദിക്കാം, പോലീസിലോട്ട് നമ്മൾ സൈബർ ക്രൈം അല്ല ഇത് സൈബറിലോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് 50K or 60K ഫോളോവേഴ്സ് ഉണ്ട്. അത് യൂഷ്വലി ചിലവർ വിൽക്കും, ഒരു 10,000, 15,000 അങ്ങനെ ആരെടുത്തോ വിറ്റ പേജ് ഈ ഒരു അന്യ ഫേഴ്സ് എന്ന് പറയുന്ന പേര് മാറ്റി ബയോ ഒക്കെ ഒന്ന് ചന്താക്കി, ഇങ്ങനെയാണ് ഞങ്ങൾ ബിറ്റ് കോയിൻ ട്രേഡിംഗ് ആണ്, ഇത് കണ്ടോ ഞങ്ങളുടെ പ്രോഫിറ്റ് ഇത്ര, ഇത് കണ്ടോ ഞങ്ങളുടെ പ്രോഫിറ്റ് ഇത്ര എന്ന് പറഞ്ഞ് അത് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്ത് വരുമ്പോൾ അത് ജെന്യൂൻ ആയിട്ടുള്ളതാണോ, ഇത് ട്രസ്റ്റബിൾ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് ആരുടെ കടമയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ പറയണില്ല, ഇത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഒരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ഒരു യൂട്യൂബർ ഞാനായിക്കോട്ടെ, വേറെ എത്ര വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അവരിത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അതൊരു പോസ്റ്റായിട്ടോ സ്റ്റോറി ആയിട്ടോ ഇടാൻ പാടില്ലായിരുന്നു. സോ ബിക്കോസ് ഇത് വന്നൊരു സ്പാം ആയിരുന്നു. ആൻഡ് മേ ബി ഇത് ഒരു പോലീസ് ത്രൂ പോയി ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു അക്കൗണ്ട് വെച്ച് മാത്രം, വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ല നമ്മുടെ അടുത്ത്. ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു അക്കൗണ്ട്, ഏതോ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ഫോട്ടോ, അതിലുള്ള ഒരു ഫോട്ടോ, ഇത് വെച്ച് മാത്രം ഇവർ പിടിക്കാനുള്ള ചാൻസ് വന്ന് വളരെ കമ്മിയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് നടക്കാതെ തടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വന്ന് അവെയർ ആയിട്ട് വെക്കുക ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും. സോ ഇത് ലൈവായിട്ട് ഞാനിപ്പോൾ കാണിച്ചെന്ന രീതിക്കായിരുന്നു ഇത് നടന്നത്. സോ ഇനിയും
ഇതുപോലുള്ള ആൾക്കാർ വരില്ല എന്ന് പറയില്ല. മേ ബി അന്യ ഫോറക്സ് എന്നുള്ള ആ ഒരു അക്കൗണ്ട് പേര് മാറ്റി വേറെ എന്തെങ്കിലും പേരിൽ വരാം. അതേപോലെ ഇതേപോലുള്ള സ്കാം ഇനിയും നടക്കാനുള്ള ചാൻസ് വളരെ അധികമാണ്. അൺടിൽ ദ സോഷ്യൽ മീഡിയാസിലൂടെ സ്പ്രെഡ് ആവുന്ന ഫേക്ക് ന്യൂസ് ആയിക്കോട്ടെ, ഫേക്ക് ആയിട്ടുള്ള ഈ അക്കൗണ്ട്സ്, ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് നിർത്താൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവെയർ ആയിട്ടിരിക്കുക. ആൻഡ് ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ്, ഒരു വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിന് എന്താണ് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള ഒരു അക്കൗണ്ട് ഓർ ഒരു പ്രൊഡക്റ്റ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അത് ട്രസ്റ്റബിൾ ആണോ എന്ന് കുറേ ആലോചിച്ച് അതിൻ്റെ പിന്നാലെ ആ കമ്പനി ആയിക്കോട്ടെ ഒരു അക്കൗണ്ട് ആയിക്കോട്ടെ ഒന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൾക്കാരാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രൊമോഷൻ കൊടുക്കാനായി ശ്രമിക്കുക. ആൻഡ് അതിന് ശേഷം അമല ഷാജി എന്ന് പറയുന്ന അവർക്ക് എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മൾ ബോധറേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ നിങ്ങൾക്കോ അല്ലെ എനിക്കോ അല്ലെ നമുക്ക് ചുറ്റുള്ളവർക്കോ വേണമെങ്കിലും ഇതുപോലൊരു സ്കാം ഒരു 25,000 രൂപ ഉണ്ടാക്കുന്നത് വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ്. മേ ബി ചിലവർക്ക് 2 മാസം സാലറി ആയിരിക്കാം, ചിലവർ 1 മാസം സാലറി ആയിരിക്കാം. അതിൽ മൊത്തത്തിൽ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ മാക്സിമം ഈ വീഡിയോ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് ഒരാളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിതിന് എന്ത് ചെയ്യും, ആൻഡ് ഇപ്പോൾ നടന്ന ഈ ഒരു തെറ്റ് ആരുടെ പേരിലുള്ള തെറ്റാണ്, ആരുടെ മേലുള്ള തെറ്റാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് അല്ല, ലൈക്ക് ഒരു ഇൻഫർമേഷൻ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് അടുത്ത നല്ലൊരു വീഡിയോയിൽ വന്ന് കാണാം. അതുവരെ ബൈ.